ഇപ്പോൾ സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 300-ൽ പരം രുചി വിഭവങ്ങൾ. ആസ്വദിച്ചു കഴിക്കൂ, ആഘോഷിച്ചു കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, തോപ്പുംപടി ആൻഡ് കാക്കനാട്. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ ഗ്രന്ഥശാല ദിനാചരണം നടന്നു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ ഗ്രന്ഥശാല ദിനാചരണത്തിന്റെ ഭാഗമായി ഔദ്യോഗിക പതാക ഉയർത്തി. ശേഷം ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗം മുൻ കൗൺസിലർ കെ.ജെ. ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചരിത്രം വരുമ്പോൾ എൻ്റെ ഒരു വിമർശനം, നവോത്ഥാന നായകന്മാരൊക്കെയാണ് ഇങ്ങനെ ഇത് കൊണ്ടുവന്നത് ഒന്ന് തർക്കില്ല. പക്ഷേ എന്നാൽ അച്ചടി കൊണ്ടുവന്നില്ലെങ്കിൽ നവോത്ഥാന നായകന്മാർക്ക് വായിക്കാൻ പറ്റുമല്ലോ. അപ്പം അച്ചടി കൊണ്ടുവന്നവരെ, പുസ്തകം പ്രിന്റ് ചെയ്തവരെ വിസ്മരിക്കാൻ കഴിയുമോ? അവരാരായിരിക്കട്ടെ, അവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവും. ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചുവടുവെപ്പിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ സോദി തിരുനാളും മറ്റുമൊക്കെ സംഗീതത്തിൻ്റെ വശങ്ങളിലേക്ക് അദ്ദേഹത്തിനെ പ്രതികൂട്ടിലാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് പോയി തെറ്റിപ്പോയി, അത് പിടിച്ച് കയ്യക്ഷരം പിടിച്ച് അദ്ദേഹത്തിന് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആരംഭം മുതലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കെ.ജെ. ആന്റണി വിശദീകരിച്ചു. ചർച്ചയിൽ വി.കെ. ശശിധരൻ മാസ്റ്റർ, എം.കെ. രാജേഷ്, പി.എൻ. കൃഷ്ണൻ, കെ.ജെ. ജോസഫ്, ആന്റണി കെ.ജെ. എന്നിവർ സംസാരിച്ചു. അഭിപ്രായങ്ങളിൽ ഭയങ്കരധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം ടാഗോർ ലൈബ്രറിയെക്കുറിച്ച് ആ രീതിയിലാണ് നാട്ടുകാർക്കുള്ള ഒപ്പീനിയൻ. അത് എപ്പോഴും നമ്മുടെ കെ.ജെ. ആന്റണി അദ്ദേഹം വരുമ്പോഴും പറയും ടാഗോർ ലൈബ്രറിയെക്കുറിച്ച്. അത്രയ്ക്കും ടാഗോർ ലൈബ്രറി പൊട്ടിയാണ് അദ്ദേഹം പറയാറ്. ഇന്നലെ BTH ഗവർണറുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് സാഹിത്യ അക്കാദമി ഡൽഹിയുടെ അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയിൽ പുസ്തകത്തിനെ കുറിച്ചുള്ള ഇതായിരുന്നു. പുള്ളി ചായക്കടയിൽ പോയി. അന്ന് കേരളാവുമതിയാണ് പത്രം. രാവിലെ വന്നിട്ട് ഈ നിരപല പടിയിൽ വന്ന് ഈ പത്രം എടുത്ത് എന്നിട്ട് ആ പത്രം ഇത് വായന ആ പരിസരത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ബസ്സിലിരിക്കുന്നവർക്കും ചായക്കടയിൽ വന്നവർ ഒക്കെ കേൾക്കാൻ പറ്റും. അത് ഇന്നത്തെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇന്നത്തെ കാലത്താണ്. ലൈബ്രറി പ്രസിഡന്റ് യു ബെയ്ദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി ജയപ്രകാശ് സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് ജയന്തി ദിവാകരൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.